എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫ്ലോ ട്രാപ്പ് സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു ടോയ്ലറ്റിൻ്റെ മറു സൈഡിലായിട്ട് ഒരു വാഷിംഗ് മെഷീൻ ലൈനും കൂടെ കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൊണ്ടുപോകേണ്ട സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാത്റൂമിനകത്തൂടെയാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു വൈ ഉപയോഗിച്ചിട്ട് അവിടെ ഒരു 1.5 ഇഞ്ച് ഷോർട്ട് ബെൻഡും ഉപയോഗിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഫ്ലോ ട്രാപ്പ് സെറ്റ് ചെയ്യുക. ഫ്ലോ ട്രാപ്പ് സെറ്റ് ചെയ്യുമ്പോൾ ചുവരിൽ നിന്ന് 4 ഇഞ്ച് സൈഡിൽ വരത്തക്ക വിധം ഫ്ലോ ട്രാപ്പ് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരിക്കലും ഈ ഫ്ലോ ട്രാപ്പിലോട്ട് ലൈൻ കൊടുക്കരുത്. ഫ്ലോ ട്രാപ്പിൽ ലൈൻ കൊടുത്തു കഴിഞ്ഞാൽ വാഷിംഗ് മെഷീൻ ഓണാക്കുന്ന സമയത്ത് ഒരുപാട് പത വന്ന് ഫ്ലോറിൽ വന്ന് നിൽക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഫ്ലോ ട്രാപ്പ് കഴിഞ്ഞിട്ടുള്ള വേയിൽ വേണം, അതായത് വെളിയിലോട്ട് പോകുന്ന 2 ഇഞ്ച് പൈപ്പ് പോകുന്ന വേയിലോട്ടായിരിക്കണം കൊടുക്കേണ്ടത്. നമ്മളിവിടെ ഇത്തരത്തിലാണ് ചെയ്യുന്നത്. ഒരു 2 ഇഞ്ച് പൈപ്പ് കൊടുത്തിട്ട് അതിൽ 2 ഇഞ്ച് 40 വേവിട്ട് വെളിയിലോട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫ്ലോ ട്രാപ്പ് 4 ഇഞ്ച് ചുമരിൽ നിന്ന് 4 ഇഞ്ച് വരത്തക്ക വിധത്തിലാണ് ഫ്ലോ ട്രാപ്പ് ആദ്യം സെറ്റ് ചെയ്യുക. സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ വൈ ഇത്തരത്തിൽ 1.5 റെഡ്യൂസർ ഉപയോഗിച്ചാണ് വൈ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു WC ലൈനും കൂടെ ചെയ്യുന്നുണ്ട്. ഇതിൽ കൂടെ ഒരു വാഷ് ബേസിൻ ലൈനും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വാഷ് ബേസിൻ ലൈൻ നമ്മൾ ഫ്ലോ ട്രാപ്പിൽ കൊടുക്കുക. അത് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് ഫ്ലോ ട്രാപ്പിൽ കൊടുക്കുക. വാഷിംഗ് മെഷീൻ ലൈൻ ഒരിക്കലും ഫ്ലോ ട്രാപ്പിൽ കൊടുക്കാതെ അതിൻ്റെ ഔട്ടിലോട്ട് പോകുന്ന ലൈനിലാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ചെയ്തതിന് ശേഷം കോൺക്രീറ്റ് ഇട്ട് നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമുക്ക് നല്ല രീതിയിൽ തന്നെ അത് മെഷർമെൻ്റ് ഒന്നും മാറാത്ത രീതിയിൽ തന്നെ കോൺക്രീറ്റ് ഇട്ട് ഉറപ്പിച്ച് വെച്ചതിന് ശേഷം ചെയ്യുക. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള